അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് തെറ്റേറ്റു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു പോയി, നീ പൊരുത്തപ്പെട്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, അവൻ പൊരുത്തപ്പെടാൻ അവൻ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. എന്നാ ചിലരെന്തേ പറയാ, വാശി വിട്ടുകൊടുക്കൂല. ഇനി ആരെയൊക്കെ കൊണ്ടുവന്നാലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, പോടാ, ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് നല്ലതുപോലെ ഓർക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരാള് നമ്മുടെ മല്ലം യുഖബ്ബൽ ഉർഫ്, അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. പ്രവാചകൻ പറയുന്നു, കാദിബൻ അല്ലെങ്കിൽ അവൻ കള്ളം പറയട്ടെ, അവൻ സത്യം പറയട്ടെ, എന്തും പറയട്ടെ, ഒരാള് തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. അത് കള്ളമാകട്ടെ, സത്യമാകട്ടെ, എന്തുമാകട്ടെ, അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം. അങ്ങനെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മരിച്ചാലും വിട്ടുകൊടുക്കൂല. മരിച്ചാ പോലും ഞാൻ പൊരുത്തപ്പെടില്ല. ഇനി ആരൊക്കെ അവന് വേണ്ടി എൻ്റെ അടുത്ത് എന്തു പറഞ്ഞാലും പോയി വാശി എങ്കിലും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫലാ യരിദു അലാ ഹൗലി യൗമൽ ഖിയാമ. തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് അവന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, മാപ്പ് പറഞ്ഞിട്ടും ക്ഷമിച്ചു കൊടുക്കാത്തവനെ, പൊരുത്തപ്പെട്ട് കൊടുക്കാത്തവനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പരലോകത്ത് പടച്ചവന് അല്ലാഹുവേ, മുത്തുനബിയുടെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അതാ വെള്ളമുണ്ടല്ലോ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഖുർആൻ പറഞ്ഞു തന്ന ഹൗദുൽ കൗസർ അത് സ്വർഗ്ഗത്തിലല്ല സഹോദരാ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം സ്വർഗ്ഗത്തിൽ കിട്ടുന്നതല്ല, അത് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ്. ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബിന്റെ ഭയാനകമായ മഹ്ശറയിൽ വെച്ച് മുത്തുനബി കോരിത്തരുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമുണ്ടല്ലോ, അല്ലാഹു അത് കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ അവിടെയാണല്ലോ നമ്മളെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഒരു ജാണ മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം, അല്ലാഹുവിന്റെ ചെമ്പിന്റെ തറയിലെ വിചാരണയ്ക്ക് നിൽക്കുന്ന സമയമുണ്ടല്ലോ, വല്ലാത്ത ചൂടിന്റെ അകത്ത് കിടന്ന് റബ്ബ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ മുഴുവൻ ദാഹിച്ചു വലയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ കൗസറിലെ വെള്ളമം കോരി കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവേ, തന്റെ ദാസന്മാർക്ക് കൊടുക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, തെറ്റ് ചെയ്തിട്ട് തന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തം കൊടുക്കാൻ കഴിയാത്തവര്, ഒന്ന് താന്നു കൊടുക്കാൻ കഴിയാത്തവര്, ഈഗോ കാരണം, നിന്റെ ഈഗോ കാരണം ഒന്ന് പരിഗണന കൊടുക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ എന്റെ ഹൗദിന്റെ ചാരത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.